ഹായ്. നമ്മുടെ ധനുഷ് എഴുതി സംവിധാനം ചെയ്ത് ഇന്ന് റിലീസായിരിക്കുന്ന രായൻ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിലെ ടെക്നിക്കൽ ടീം ആരൊക്കെയാണ്, അല്ലെങ്കിൽ കാസ്റ്റ് ആൻഡ് ക്രൂവിൽ എടുത്തു പറയേണ്ട ചില പേരുകളുണ്ട്, അതൊന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ആദ്യം എടുത്തു പറയേണ്ടത് സ്റ്റൺ കൊറിയോഗ്രാഫി. ഇതിന്റെ കൊറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റില്ല. സ്റ്റൺ ഡയറക്ഷൻ അല്ലെങ്കിൽ ആക്ഷൻ ഡയറക്ഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. പീറ്റർ ഹെയ്ൻ ആണ്. മലയാളത്തിൽ ഇടിയൻ ചന്തു എന്ന് പറഞ്ഞൊരു ഊളപ്പടത്തിൽ പുള്ളിക്കാരൻ കംബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിന്റെ ഒരു തരി പോലും എവിടെയും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷെ നൗ ഇറ്റ്സ് കോൾഡ് കംബാക്ക്. അമ്മാതിരി അല്ല, ഗ്രേറ്റ് വർക്ക് അങ്ങനെ തന്നെ പറയാം. വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഡാൻസ് കൊറിയോഗ്രാഫി പ്രഭുദേവ. തിരക്കേടില്ലാത്ത സാധനമായിരുന്നു, വലിയ മോശമൊന്നും പറയില്ല. കോസ്റ്റ്യൂം ഡിസൈന് കാവ്യ ശ്രീറാം എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. നൈസാണ്, വിഷയമല്ല. പക്ഷെ അതിനേക്കാളൊക്കെ എടുത്തു വരേണ്ട മറ്റൊരു സംഭവം സിനിമോട്ടോഗ്രാഫി, ഓം പ്രകാശ്. എന്റെ മോനെ, സിനിമോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞാൽ ക്യാമറ കൊണ്ടൊക്കെ എന്താ ചെയ്തേക്കണെന്ന് അറിയും. കിഡിലൻ സാധനം, ബ്രില്യൻറ്റ് എന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. അത് ഒന്നും പറയാൻ പറ്റില്ല. ഇതില് നമ്മുടെ ഇന്റർവെല്ലിന് കുറച്ച് മുമ്പായിട്ട് നമ്മുടെ എന്താ പറയാ, ഈ പ്രകാശ് രാജിന്റെ പിറകിലൊക്കെ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് കുറെ ഷോട്ടൊക്കെ ഉണ്ട്. അതുപോലെ ധനുഷ് ഇങ്ങനെ പോകുമ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ ക്ലോസപ്പ് ആയിട്ട് ഒരു ഹെഡ് ഷോട്ട് എന്ന് പറയുന്ന രീതിയിൽ ഒരു സാധനം ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്ന സാധനമൊക്കെ ഉണ്ട്. ആ സമയത്ത് ഇതിന്റെ ഒരു മാസ് ബീജം കൂടെ വരുന്ന സമയത്ത് ഭയങ്കരമായിരുന്നു. വലിയ വലിപ്പം കാണിക്കാൻ ഭയങ്കരമായിട്ട് അത് സഹായിച്ചിട്ടുണ്ട്. ഭയങ്കര. അതുപോലെ ചില ക്യാരക്ടറിന്റെ ഉള്ളിൽ ഇന്റൻസ് ആയിട്ട് കിടക്കണ, ഒളിഞ്ഞു കിടക്കണ, ഇവർക്ക് പല ഷെയ്ഡ്സ് ഉണ്ട് എന്നുള്ളൊരു ഫീല് തോന്നിപ്പിക്കാൻ ക്യാമറ വർക്കിന് ഭയങ്കരമായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അത് കിടിലനായിരുന്നു. പിന്നെ പറയേണ്ടത് മ്യൂസിക്, AR റഹ്മാൻ. ഓഫ് കോഴ്സ്, AR റഹ്മാൻ ആണെങ്കിൽ തുടക്കത്തിൽ ഒരു ഫ്ലൂട്ട്, ഒരു ചെറിയ കുട്ടിനെയും കൊണ്ട് ഇതിലെ ചെറുപ്പം പറയുന്ന സമയത്ത് ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്തുള്ള ചെറിയൊരു സാധനമുണ്ട്. ആ ഫ്ലൂട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവാണ്ട് ഇത് AR റഹ്മാന്റെ പരിപാടിയാണ്. ആ ടച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അത്ര ഗംഭീരമായിട്ടുള്ള മ്യൂസിക് ആയിരുന്നു. പിന്നെ പൊതുവെ AR റഹ്മാൻ ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്ന് ഈ നമ്മൾ അസുരനിലൊക്കെ പൊതുവെ നമ്മൾ കേട്ടുള്ള ടച്ച് തോന്നുന്ന രീതിയിലുള്ള കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ അടങ്കാത്ത അസുരൻ എന്ന് പറഞ്ഞിട്ടുള്ള സോങ് ഉണ്ടല്ലോ, അതിൽ പോലും നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണ്ടായിരുന്നു. വാ അസുര വാ, അത്ര ആ സാധനം ഉണ്ടല്ലോ, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ബീറ്റുകൾ കൊണ്ട് കുറെ സാമ്യം തോന്നി. പക്ഷെ സ്റ്റിൽ അത് ഭയങ്കര കിടിലൻ സാധനമായിട്ടാണ് ഇപ്പോഴും ഇവിടെ വന്നിരിക്കുമ്പോഴും ഫീൽ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഒത്തുചേർന്ന് വരെയും അതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ സ്റ്റോറിയും ഇദ്ദേഹത്തിന്റെ ഡയറക്ഷനും പിന്നെ പെർഫോമൻസുകളും, എന്റെ മോനെ, നല്ല കിടുക്കാച്ച സിനിമ. കുറച്ച് ഒരു ഒന്ന് രണ്ട് നെഗറ്റീവ്സ് ആയിട്ട് കുറച്ച് സാധനം പറയേണ്ട, പക്ഷെ അത് അവസാനം പറയാം. പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഡയറക്ഷൻ തന്നെയാണ്. നല്ല ഗംഭീര ഡയറക്ഷൻ. ഓരോ ഷോട്ടും ഓരോ സീൻസും വളരെ മികച്ചതായിട്ട് തന്നെ ഇവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ ഷോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിലിപ്പോ മാസ് ഫൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് സ്മോക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ഞാൻ ആ ഒരു സീനിന്റെ കളർ തന്നെ ഭയങ്കര ഭംഗി. കളർ ഗ്രേഡ് അല്ല ഞാൻ പറയണത്, അതിൽ സ്മോക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പല നിറത്തിൽ. ഐ മീൻ ഇപ്പോൾ സാധാ വെള്ളയിലും ചില റോസിലൊക്കെ ആണെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ വരുന്ന സ്ക്രീനിന് വരുന്ന അല്ലെങ്കിൽ ആ വിഷ്വലിന് വരുന്ന ഒരു കളറിങ് ഉണ്ട്. അത് തന്നെ ഭയങ്കര ഫീൽ ചെയ്യും. നമുക്കൊരു ഒരു എന്താ പറയാ, ഒരു വലിയ ക്യാൻവാസിൽ ചെയ്തിട്ടുള്ള സിനിമയാണെന്നുള്ള അങ്ങനത്തെ ഒരു വലുപ്പം ഉണ്ടല്ലോ സിനിമയുടെ, അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോ ഷോട്ടിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറയേണ്ടത് പെർഫോമൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ധനുഷ് ആസ് യൂഷ്വൽ ഭയങ്കര നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പൊതുവെ ചെയ്യുന്നത് മാറി കുറച്ചൊരു എന്താ പറയാ, ഒരുപാട് ചിരിക്കും ചെയ്യാത്തൊരു ക്യാരക്ടർ, തമാശ ഒന്നും പറയാത്ത കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാൾ. അയാളുടെ മുഖത്തുള്ള ഒരു വികാരം അങ്ങനെ തന്നെ ആയിരിക്കും. ആ ഒരു സീരിയസ്നെസ് എപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു റോള് പോകുന്നത്. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ലേറ്റ് ആയിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. അത്രമാത്രമേ ക്യാരക്ടറിനുള്ളൂ. അപ്പൊ അത്ര ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് വളരെ മികച്ചതായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സന്ദീപ് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാളിദാസ് ജയറാം ഒരു പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പെർഫോമൻസുള്ള ഒന്നാണ് കാളിദാസ് ജയറാമിന്റെ. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെയുള്ള അത്രയും ചെയ്യാൻ സ്പേസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ പൊതുവെ പുള്ളിക്കാരൻ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. നായകനായിട്ട് വന്ന പല സിനിമകളും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇവിടെ കുറച്ചൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടറാണ് തോന്നിപ്പോയി. അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടർ ഇനിയും പുള്ളിക്കാരന് ചെയ്യാൻ പറ്റും. ബോഡി ആണെങ്കിലും ഇപ്പൊ ജിമ്മിലൊക്കെ പോയി കുറച്ച് ബോഡിയൊക്കെ വന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ബോഡി എന്നെല്ലാം പറയുന്നത് ആ ഒരു മാറ്റം അവിടെ ആ ഒരു ശരീരത്തിന്റെ ഒരു ഇതിൽ പോലും നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാണ്. വലിയൊരു ചേഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പറയേണ്ടത് അപർണ ബാലമുരളി. എന്താ പറയാ, ഭയങ്കര സൂപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പൊതുവെ പുള്ളിക്കാരി ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്ത് നമ്മൾ കണ്ടപ്പോൾ സൂര്യായി പൊട്ടുള്ളൊക്കെ ഉള്ള അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. അത്തരത്തിൽ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള
അങ്ങനെയുള്ള ക്യാരക്ടർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരി ചെയ്യുന്ന ഒരു ഡാൻസിന്റെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അത് ഒരു സ്ഥലത്ത് ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. ഒരു ചാടി ചാടി വരുന്ന സാധനമുണ്ട്. അത് ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. അത് ഒഴിച്ച് നിർത്തിയുള്ള ഡാൻസ് ഒക്കെ കിടലായിരുന്നു. അവിടെയും ഞാൻ പറയുന്നത് സൂര്യറായ് പുട്ടർ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡാൻസ് ഉണ്ടല്ലോ, അവർ ആ കല്യാണം കഴിഞ്ഞാൽ വീട്ടിലേക്ക് മാറ്റുന്ന സമയത്തുള്ള ഒരു ഡാൻസ് ഉണ്ടല്ലോ, ഭയങ്കര അഴിഞ്ഞാടിയിട്ടുള്ള ഒരു ഒരു പരിപാടി. അത് ഭയങ്കര നന്നായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറഞ്ഞത് വരലക്ഷ്മി. വരലക്ഷ്മി പക്ഷേ ആ പുള്ളിക്കാരിക്ക് ചെയ്യാനുള്ള ക്യാരക്ടർ എന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. വെറുതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സാധനം. അവിടെ വെറുതെ ലക്ഷ്മിനെ കൊണ്ടിട്ടു എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മലയാളി ഒരു നടിയുണ്ട്, പുള്ളിക്കാർക്കും ഒരുപാട് ചെയ്യാനൊന്നുമില്ല. അതായത് എസ് ജെ സൂര്യയുടെ വൈഫായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ. അതും വേറെ ആർക്കും ചെയ്യാവുന്ന ഒരു ക്യാരക്ടറേ ഉള്ളൂ. പിന്നെ ലുക്ക് വൈസ് നല്ല ഭംഗിയുള്ള ഒരു ഒരു ആളായതുകൊണ്ട് ആ ഒരു അങ്ങനത്തെ ഒരു സംഭവം അതിൽ വല്ലാണ്ട് എടുത്ത് പറയാനുള്ള ഒരു സംഗതിയൊന്നും അതിലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ധനുഷിന്റെ പെങ്ങളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ ഒരുപാട് ചെയ്യാനുണ്ട് ഈ സിനിമയിൽ. തുടക്കത്തിലൊന്നും അങ്ങനെ അധികം ഒന്നും ഇല്ലെങ്കിലും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് ചെയ്യാനുണ്ട്. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രകടനങ്ങളൊക്കെ കിടലായിരുന്നു. ഇതിന്റെ സ്റ്റോറി വൈസ് ആണെങ്കിലും ഇത് ഭയങ്കര എന്താ പറയാ, ഈ എല്ലാ മേഖലകളും ടച്ച് ചെയ്ത് ഓരോ ക്യാരക്ടറിനും അവരുടേതായിട്ടുള്ള ഒരു ആർക്ക് കൊടുത്ത് അങ്ങനെ വന്നിട്ടുള്ള ഒരു സാധനമായിരുന്നു. പ്രകാശ് രാജ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ് ജെ സൂര്യ അറിയാലോ, വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറാണ്. പുള്ളിന്റെ സ്വന്തം ഉള്ള ആൾ തന്നെ അങ്ങനെയാണ്. പേഴ്സണലി എടുത്ത് പറഞ്ഞാൽ പോലും പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇന്റർവ്യൂലൊക്കെ വന്നിരിക്കുമ്പോൾ അപ്പൊ അഭിനയിക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട്. പൊതുവെ പുള്ളിക്കാരൻ ചെയ്യുന്ന അത്തരത്തിലുള്ള ഇപ്പോൾ ചില സിനിമയിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് പുള്ളി കുറച്ച് ഓവറായിട്ട് കാണിക്കുന്ന ചില ക്യാരക്ടർ ഉണ്ട്. അത് രസമാണ്. അത് ചില ആളുകൾ ചെയ്യുമ്പോൾ രസമാണല്ലോ. അത്തരത്തിൽ ഭയങ്കരമായിട്ട് ലൗഡായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല. എന്നാലും പുള്ളിക്കാരന്റെ ആ ഒരു നമ്മൾ പല ക്യാരക്ടറും കണ്ടുള്ള മാനറിസങ്ങളും രസമായിട്ടുള്ള പല ഡയലോഗ് ഡെലിവറിയും അതൊക്കെ നന്നായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചൊരു ചേഞ്ച് ഫീൽ ചെയ്തു. മറ്റു ക്യാരക്ടറിൽ നിന്ന് കുറച്ചൊരു മാറി ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരാളെ വിട്ടുപോയിട്ടുണ്ടോ എനിക്കറിയില്ല. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്റെ അഭിപ്രായം. പിന്നെ രാഘവന്റെ ക്യാരക്ടർ ആണെങ്കിലും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ടൈപ്പ് പല ആളുകളും ചെയ്ത് കണ്ടിട്ടുള്ള ടൈപ്പ് ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ സെൽവരാഘവൻ ആണെങ്കിലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു കറക്റ്റ് ലൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എവിടെയും കുറച്ച് ഓവറായിട്ട് തോന്നുകയോ അല്ലെങ്കിൽ കുറച്ച് ഡൗൺ ആയിട്ട് തോന്നുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഭയങ്കര വയലൻസ് ആണ് സിനിമയിൽ. ഭയങ്കര വയലൻസ് എന്ന് പറഞ്ഞാൽ ചോര കളിയാണ്. അത് അത് ഭയങ്കരമായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഓരോ സാധനങ്ങൾ ഇപ്പൊ ഒരു ഇരുമ്പിന്റെ ഒരു കമ്പി കൊണ്ട് കയ്യിലെ കുത്തി കഴിഞ്ഞാൽ കുത്തി ഇങ്ങനെ ഇറങ്ങണത്, കഴുത്തിൽ കുത്തി ഇറങ്ങി പുറത്തേക്ക് വരുന്നത്, അമ്മാതിരി പരിപാടി ഉണ്ടല്ലോ. അതേപോലെ നെഞ്ചിലൊക്കെ ഇങ്ങോട്ട് കത്തിയോടെ കുത്തി 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 ചോര ഇങ്ങനെ ഒഴുകാണ്. നമ്മുടെ അമ്പാൻ പറഞ്ഞ പോലെ രംഗണ്ണൻ ഓരോരുത്തരും തോളിക്കൂടെ ചവിട്ടി 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 കുത്തി 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 അറിയില്ല, അത്തരം പരിപാടിയാണ് തുടക്കം മുതൽ ഇങ്ങനെ ഫുള്ള് കാണിച്ചു തരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വയലൻസ് ഭയങ്കരമായിട്ടുണ്ട്. അത് ഇഷ്ടമില്ലാത്തവർക്ക് എങ്ങനെ ഉണ്ടാവും കാണുമ്പോൾ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര രസമായിട്ടാണ് ഫീൽ ചെയ്തത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, ചില സ്ഥലങ്ങളിൽ കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. അത് ചില ക്യാരക്ടേഴ്സ് പെട്ടെന്ന് നെഗറ്റീവ് ഷെയ്ഡിലേക്ക് അല്ലെങ്കിൽ വില്ലന്മാരിലേക്ക് മാറുമ്പോൾ അത് കുറച്ചുകൂടി കൺവിൻസിങ് ആയിട്ട് ചെയ്യാമായിരുന്നു. പിന്നെ അങ്ങനെ വില്ലന്മാരായിട്ട് മാറുന്ന ചില ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സ് നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ക്യാരക്ടേഴ്സ് അങ്ങനെ മാറുമ്പോൾ ഉണ്ടാവുന്ന നായകൻ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ട്, അയാളുടെ ഒരു ഇമോഷൻ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ ഒരു ക്യാരക്ടറിന് ഒരു ഒരു വലിയ ഒരു സ്ത്രീ ക്യാരക്ടറിന് പറ്റുന്ന ഒരു ഒരു അപകടം അല്ലെങ്കിൽ ഒരു ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു സംഭവം പറ്റുന്നു. പക്ഷെ അത് പറ്റിയെന്നുള്ള ഒറ്റ ഡയലോഗിൽ അത് പറഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ സംഭവിച്ചൊരു സ്ത്രീ അവര് വളരെ ഭയങ്കരമായിട്ട് അതിനെതിരെ റിയാക്ട് ചെയ്യും, വളരെ ബോൾഡായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അയ്യോ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ളൊരു സങ്കടം പ്രേക്ഷകന് തോന്നണം, അത് ഇല്ലാത്ത പോലെ തോന്നി. അതായത് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ പോലത്തെ ഒരു ഫീൽ, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് പറയാത്ത പോലെ ഒരു ഫീൽ. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒരു ഒറ്റ ഡയലോഗിൽ തീർത്തിട്ട് നേരെ ക്ലൈമാക്സിലേക്ക് ഒരു ഓട്ടം ഓടിയ പോലത്തെ ഒരു സംഭവം ഫീൽ ചെയ്തു. ഫാസ്റ്റ് ആക്കാൻ വേണ്ടി കുറെ ഭാഗങ്ങൾ എടുത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയ പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് മാത്രമാണ് എനിക്കിതിൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. അതർവൈസ് ഇത് ഒരു ഗംഭീര സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണേണ്ട മുതലുണ്ട്. എ റഹ്മാന്റെ മ്യൂസിക് ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട ഒരു സാധനം ഇന്റർവെൽ ബ്ലോക്ക്, എന്റെ മോനെ കിടിലൻ സാധനമായിരുന്നു. കാരണം ഇതിലെ ഈ നായകൻ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ബൂസ്റ്റിംഗ് ഉണ്ടല്ലോ, അതായത് ബിൽഡപ്പ് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അത് ഒരിക്കലും ഓവറല്ല, ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. അവിടുത്തെ ചില ബീറ്റുകളോ അല്ലെങ്കിൽ ആ സമയത്തിൽ ചില ഡയലോഗ്സോ അല്ലെങ്കിൽ ഇയാളുടെ ഒരു നോട്ടോ ഇത്രയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ തൊട്ടടുത്തുന്ന ക്യാരക്ടർ പറഞ്ഞ ചെറിയ ഡയലോഗ്, വെറുതെ ചില സിനിമയിൽ കാണുന്ന പോലെ വെറുതെ വലിച്ചു വാരി ഇങ്ങനെ വലുതാക്കല്ല, ഒന്നോ രണ്ടോ ഡയലോഗ്സ് ഒക്കെ ഉള്ളൂ, ചെറിയൊരു നോട്ടേ ഉള്ളൂ, ചെറിയ രണ്ട് ബീറ്റേ ഉള്ളൂ. പക്ഷെ അവിടെ ഗൂസ് ബംസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. അങ്ങനെ സാധിച്ചു വന്ന് 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 ഈ ഇന്റർവെൽ ബ്ലോക്കിന് തൊട്ട് മുമ്പിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് എടുത്തു പറയേണ്ട ഫൈറ്റാണ്. കിടിലൻ ഫൈറ്റ് ആയിരുന്നു. കുറച്ച് സമയം കൊണ്ട്
അതുകൊണ്ട് നിരത്തി ഒരു 10-20 ആളുകൾ അടിച്ച് നിരത്തി ഇടുന്ന ഒരു സാധനം ഉണ്ട്. അത് ഗംഭീരമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 3 ആളിങ്ങനെ നിരന്ന് നിന്ന് ഇങ്ങനെ സ്ക്രീനിൽ നിൽക്കുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ബ്രില്യൻ ഷോട്ടായിരുന്നു. പിന്നെ ഇതില് ലാസ്റ്റ് ഫൈറ്റിന്റെ തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു ഫൈറ്റ്, കുറെ ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് നടന്ന സമയത്ത് തിയേറ്റർ മുഴുവൻ സൈലന്റ് ആയി പോയി. അത്ര വയലൻസ് ആയിരുന്നു കാണിച്ചത്. തിയേറ്റർ മുഴുവൻ അത്രയും സംസാരിച്ചിരുന്ന ഒരു സൗണ്ട് ഇല്ലാണ്ട് പെട്ടെന്ന് സൈലൻസ് ആയി പോയി. അങ്ങനെയുള്ള കുറെ നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ നെഗറ്റീവ്സ് ചോദിച്ച് നിർത്തിയാൽ എനിക്കതൊരു ഭയങ്കര സിനിമയായിട്ടാണ് തോന്നിയത്. ഒരു 8 ഔട്ട് ഓഫ് 10 കൊടുക്കാവുന്ന സിനിമയാണെന്നാണ് എന്റെ അഭിപ്രായം. സോ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണാം. കടന്നവരെ കാണാം.